ഈ ബീച്ച് കാണാൻ എന്ത് ഭംഗിയല്ലേ. നമ്മുടെ വൈകുന്നേരങ്ങളൊക്കെ നമ്മൾ ചിലവഴിക്കുന്നതും ബീച്ചിലാണ്. ഞാനിപ്പം ഈ പറയാനുള്ളൊരു റീസൺ 2-3 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ 2-3 വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോട് ബീച്ച് കാണിച്ചിട്ട് ബീച്ച് അങ്ങ് ഉൾവലിഞ്ഞിട്ടുള്ളത് ഭയങ്കര ചെളിയായിട്ട് മോശമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് 2-3 വീഡിയോസ് ഞാൻ കണ്ടു. ആ വീഡിയോയിലൊക്കെ പറയുന്നത് ഇതിനാരാണ് ഉത്തരവാദി, ഇത് കോർപ്പറേഷൻകാർ ഇത് നോക്കുന്നില്ലല്ലോ, ഇതിനെക്കുറിച്ച് അവർ പ്രതികരിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. ശരിക്കും ആരാ ഇതിന് ഉത്തരവാദി? ഈ ഫുൾ ടൈം ബീച്ചിലേക്ക് വരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. കാരണം ബീച്ചിലേക്ക് 1 ഡസൻ ആൾക്കാർ വരുന്നു, ഷീറ്റ് വിരിച്ചും പാവിരിച്ചും ബെഡ്ഷീറ്റ് വിരിച്ചും അവർ നിരത്തി വെച്ച് ഫുഡ് കഴിക്കുന്നു. അവിടെ കാണുന്ന കടകളിൽ നിന്നെല്ലാം ഫുഡും ഡ്രിങ്ക്സും അതും ഇതും വാങ്ങിച്ച് കഴിച്ചിട്ട് ഈ വേസ്റ്റ് എല്ലാം ഈ കടലിലേക്കാണ് വലിച്ചെറിയുന്നത്. കോർപ്പറേഷൻകാർ ഒരുപാട് വേസ്റ്റ് ബോക്സ് ഒക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. പക്ഷേ 1-2 ആൾക്കാർ ആ വേസ്റ്റ് ബോക്സിലിടും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കഴിച്ച ഭക്ഷണം വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഈ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഈ മാലിന്യങ്ങളെല്ലാം പോകുന്നത് ഈ ബീച്ചിലേക്കാണ്. ഈ ബീച്ചിനെ ഇത്രയധികം ദ്രോഹിച്ചിട്ട് ഈ ബീച്ച് ഉൾവലിഞ്ഞത് കണ്ടോ, ചെളി കണ്ടോ, ഇതാരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ ചോദിക്കുന്ന നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. നമ്മൾ ഈ ബീച്ചിലേക്ക് വരുമ്പം, ബീച്ച് എന്നല്ല ഏത് സ്ഥലത്തേക്ക് പോകുമ്പം അവിടെയുള്ള ആ പരിസരം നമ്മളായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ തന്നെ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അടുത്ത് തന്നെ പഴയതിലേക്ക് ഒന്നും പോകേണ്ട, റീസെൻ്റ് ആയിട്ട് ഈ 2-3 ദിവസത്തിന് മുന്നേ നടന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കണ്ണൂരിലൊരു AC ബസ് സ്റ്റോപ്പ് വന്നു. ഒരു 3 ഡേയ്സ് ആകുന്നതിന് മുന്നേ തന്നെ ആ ബസ് സ്റ്റോപ്പിൻ്റെ ചില്ലെല്ലാം തകർത്ത ആൾക്കാരാണ് നമ്മുടെ ജനങ്ങൾ. ഇത് ഒരാൾ ചെയ്തതാണ്, ബട്ട് എല്ലാവരും ഉത്തരവാദികളാണ്. ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ 100 പേർക്കും അത് ബാധകമാകുമല്ലോ. അപ്പോൾ നമ്മൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അധികൃതരെയും കോർപ്പറേഷൻകാരെയും ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ നമ്മളല്ലേ അത് മോശമാക്കുന്നത് എന്നുകൂടി ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു തിര മതി പല അതിരുകളും മായ്ക്കാൻ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.